എപ്പിസോഡുമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ടീം മെമ്പേഴ്സ് ആണ്. ഒരുപാട് സന്തോഷത്തോടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ടീം ഡർബി. തിയേറ്ററിൽ കണ്ട ഉടൻ തന്നെ എല്ലാരും എന്താ നമ്മുടെ ഈ ഫ്ലോറിൽ വന്നിരിക്കുന്നത്. ഇച്ചിരി ആൾക്കാരും കൂടെ ഉണ്ടായിരുന്ന സിനിമാക്കാർ മൊത്തം ഇവിടെ പറയായിരുന്നു. കുറെ നാൾക്ക് ശേഷം ഫ്ലോർ അങ്ങ് നിറഞ്ഞു. ഞാനത് പറയാൻ പോകണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഓൾ കാസ്റ്റ് എല്ലാരും വന്നത്. വെൽക്കം ടു കോമഡി മാസ്റ്റർ. സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് ട്രെയിലർ കാണുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കാണാം. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. അത് ആണുങ്ങളെ തന്നെ ചോദിക്കാൻ പറയാൻ ആരുമില്ലേ? ഞാനിതൊരു അഡ്വൈസ് ആയിട്ട് എടുക്കുന്നുള്ളൂ. പ്രാവശ്യം തേർഡ് ഇയേഴ്സ് മാത്രമല്ല, സെക്കൻഡ് ഇയേഴ്സ് ആയിട്ടുള്ള നമ്മൾ ഓണപ്പരിപാടി നടത്തും. Next, just number 201 on the stage. പുതിയ ടീമൊക്കെ ഇട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പോവാന്ന് കേട്ട് കളിക്കാൻ നിക്കണ്ട മോനെ. ഇത് ലീഗ് വേറെയാ. ടീം ഏതായാലും ഇട്ടു വിലേട്ടാ, ഇനി വാക്കോട് പ്രതീക്ഷിക്കണ്ട. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നത് കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. എന്താണ് ഡെർബി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആര് ഉത്തരം തരും? പേരിട്ട ആള് തന്നെ. ആരാണ് പേരിട്ടത്? ഡെർബി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു ടൗണിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ രണ്ട് ടീം തമ്മിൽ റൈവൽസിനെയാണ് പറയുക. ഒരു ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ശ്വേത ചേച്ചിയും ചേച്ചിയുടെ ഇടി ഫൈറ്റ് ആണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഡെർബി എന്ന് പറയാം. അത് ഇവിടുത്തെ ഡയറക്ടർ നമ്മൾ മറ്റേ ഡെർബി. ഇത് മലയാളത്തിലാണോ അല്ലാതെ ഇംഗ്ലീഷ് ഡെർബി? ഇംഗ്ലീഷ് ആണോ? ഇതിപ്പോൾ കോളേജിൽ നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആവും. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു റൈവൽസ് ഫൈറ്റ് കാര്യങ്ങളാണ് ഡെർബി. സൂപ്പർ. ആദ്യനോട് ഞാൻ ചോദിക്കട്ടെ, ഓസ്ലർ എന്ന് പറയുന്ന മൂവി കണ്ട് ഞാൻ ഭയങ്കര ഫാൻ ആയതാണ്. പക്ഷെ ഈ മൂവിയിൽ എന്താ പറയുന്നത്, ദേഷ്യമുണ്ട്, റൊമാൻസ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ഉണ്ട്. ഫ്ലോട്ടിംഗ് അല്ല, എന്നാലും എല്ലാ ഭാവങ്ങളും വന്നു പോകുന്ന ഒരാളാണ്. അടിക്കടി ചവിട്ടിന് ചവിട്ട്. എന്ത് തോന്നി ഈ മൂവി ചെയ്ത് കഴിഞ്ഞപ്പോൾ? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളൊരു 58-60 ദിവസത്തോളം എടുത്ത് ഷൂട്ട് ചെയ്ത് വളരെ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തെടുത്തു ഒരു സിനിമയായിരുന്നു അത്. ഓരോ ദിവസവും സെലിബ്രേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവരും. ഞങ്ങൾ ഈ നിൽക്കുന്ന എല്ലാവരും ഒരു വീടെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു പ്രൊഡ്യൂസർ. അതായത് കോളേജിന്റെ അടുത്ത് തന്നെ. സാധാരണ ഹോട്ടൽ റൂമുകളാണല്ലോ നമുക്ക് ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ. ഇത് ഞങ്ങൾക്ക് ഒരു വീടെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പ്രൊഡ്യൂസർ വിചാരിച്ചാണ് വീട് വേണ്ടായിരുന്നു എന്നുള്ളതല്ലേ? അല്ല, അതിന്റെ കഥ വേറെ ഉണ്ട്. ആ കഥ നമുക്ക് കേൾക്കാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ അമീനോട് ചോദിച്ചു നോക്കാൻ. ചിലപ്പോൾ അമീൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്. ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള പല ആഘോഷങ്ങൾ, അങ്ങനെ ഒരു ആഘോഷം കൂടിയപ്പോ നാട്ടുകാർക്ക് ശല്യമാവുന്നു പറഞ്ഞു. അങ്ങനെ ഒരു ബർത്ത്ഡേക്ക് ആഘോഷം ഇത്തിരി അതിന് വിട്ടു. അങ്ങനെ പിന്നെ ആ കിടപ്പാട് നമുക്ക് പോയേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും സാധാരണ സിനിമ റിലീസ് ആകുമ്പോൾ ഇവര് പ്രൊമോഷനായിരിക്കും പോകുന്നത്, റിലീസിന് മുമ്പായിരിക്കും. ഇത് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നുള്ള അറിഞ്ഞത് ഇവർ ആ വീട്ടിലെ ബഹളം കേട്ടാണ്. എന്താണെന്ന് ചോദിക്കും പറയും, മാർച്ച് 27-ാം തീയതി ഇവർ ഒരു പുതിയ പടം വരുന്നുണ്ട്. അങ്ങനെയായിരുന്നു തോന്നുന്നു. മലപ്പുറം നിലമ്പൂര് മൊത്തത്തിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ പ്രൊമോഷൻ വേണം? രണ്ട് നായികമാരുണ്ട്, ആഘോഷങ്ങളായിരുന്നു. രണ്ട് സുന്ദരി നായികമാരുണ്ട്. ഇനി നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. യെസ്, ജസ്നിയ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഡെർബി മൂവിയുടെ എക്സ്പീരിയൻസ്? ഒരു പ്രേതമൊക്കെ കഴിഞ്ഞിട്ട്. അതെ, പ്രേതം വിട്ടു ഇപ്പോൾ കോളേജ് കുട്ടിയായിട്ടാണ്. ഞങ്ങൾ 6 പേരുടെ ക്യാരക്ടർ ഫസ്റ്റ് ഇയർ തൊട്ട് തേർഡ് ഇയർ വരെയാണ്. ഞാനാണ് ഹീറോയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. ആഡമിന്റെ പേരായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇവിടെ ആദ്യം പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യം എന്താ വെച്ചാൽ, അമൃതയിൽ നമ്മുടെ സിനിമയുടെ പ്രൊമോഷൻ വന്നത് എനിക്ക് കുറച്ചുകൂടെ സ്പെഷ്യലാണ്. കാരണം എൻ്റെ കരിയറിന്റെ ഏറ്റവും സ്റ്റാർട്ടിങ് അമൃത ടിവിയിലെ സൂപ്പർ ഡാൻസർ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ വിൻ ചെയ്തിട്ടാണ്. ഞാനിപ്പോ താമസിക്കുന്ന ഫ്ലാറ്റ് എനിക്ക് ഇവിടുന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് 10 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നായികയായിട്ട് അഭിനയിക്കുന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അമൃതയിൽ തന്നെ വരാൻ പറ്റിയത് ഇന്ന് കുറച്ചും കൂടെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ
എന്ത് ചോദിക്കാൻ? ആ നീല ഡ്രസ്സിന്റെ കുട്ടിയുടെ വിശേഷം പേരെന്താ? ആക്ച്വലി ഞാനൊന്ന് സർപ്രൈസ് ആയിട്ട് വെക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. ആക്കില്ല, ഞങ്ങളുടെ കൂട്ടത്തിലെ ചേട്ടച്ചനാണ് ആക്കിൽ. ചോദിക്കേട്ടാ, പേരെങ്കിലും ചോദിക്ക്. പറയുമ്പോളെ ഈ പടത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്റെ പേര് സുപർണ എന്നാണ്. സുപർണ, മോള് പറ. ഞാൻ പ്രേമലൂല് അഞ്ജലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതൊന്നും തിരക്കാൻ നെസ്ലിനെ ചെറുതായിട്ട് റിജക്ട് ചെയ്യുന്നത് ഞാനാണ്. അതിനുശേഷം ഞാൻ ഡർബിയിൽ ഒരു ഫുൾ ലെങ്ത് ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. മെഹറിൻ എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. ഞാൻ ഹരിയുടെ പേരായിട്ടാണ് വരണേ. ഇപ്പൊ ട്രെയിലറിൽ കണ്ടു. ഒരുപാട് വിശേഷങ്ങൾ കേൾക്കണ്ടേ ഇവരുടെ? ആദ്യം നമുക്കൊന്ന് ചിരിച്ച് റിലാക്സ് ആവാം. Comedy Masters.